നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സൗദിയിലെ ജിദ്ദയ്ക്കു സമീപം ചെങ്കടലിൽ കേബിളുകൾക്ക് തകരാർ സംഭവിച്ചതോടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്റർനെറ്റ് കണക്ടിവിറ്റിയെ ബാധിച്ചു. ഇന്ത്യയും പാകിസ്ഥാനും ഉൾപ്പെടെ ദക്ഷിണേഷ്യയിലെ നിരവധി രാജ്യങ്ങളിൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയെ ബാധിച്ചു എന്നാണ് റിപ്പോർട്ട്. ആഗോള ഇന്റർനെറ്റ് നിരീക്ഷക സ്ഥാപനമായ നെറ്റ് ബ്ലോക്സ് ഇന്ത്യയിൽ തടസ്സം നേരിട്ടതായി വ്യക്തമാക്കി. എന്നാൽ ഇന്റർനെറ്റ് ഡാറ്റ കണക്ടിവിറ്റി സേവനങ്ങളിൽ യാതൊരു ആഘാതവും കണ്ടിട്ടില്ല എന്നാണ് ഇന്ത്യൻ ടെലികോം ഓപ്പറേറ്റർമാർ അറിയിച്ചത്. ഒന്നിലധികം റൂട്ടുകളിലൂടെ നെറ്റ്വർക്കുകൾക്ക് നമുക്കുണ്ടെന്നും അതിനാൽ രാജ്യത്തെ ബാധിക്കാൻ ഇടയില്ല എന്നും ഇന്ത്യൻ ടെലികോം അതോറിറ്റി വ്യക്തമാക്കി. ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് ഉൾപ്പെടെയുള്ള ടെലികോം കമ്പനികളുടെ കൺസോർഷ്യമാണ് ഈ ഭാഗങ്ങളിൽ കേബിൾ പ്രവർത്തിപ്പിക്കുന്നത്. എന്നാൽ ടാറ്റ കമ്മ്യൂണിക്കേഷൻ ഉൾപ്പെടെയുള്ള കമ്പനികൾ തടസ്സം സംബന്ധിച്ച് പ്രതികരിച്ചിട്ടില്ല. മിഡിൽ ഈസ്റ്റിലും മറ്റു ചില ഏഷ്യൻ രാജ്യങ്ങളിലുമാണ് ഇന്റർനെറ്റ് കണക്ടിവിറ്റിയെ കാര്യമായി ബാധിച്ചത്. പാകിസ്ഥാനിലാണ് ഇത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് ചെങ്കടലിലെ ആഴക്കടൽ കേബിളുകൾ തകരാറിലായത് എന്ന് സ്ഥിരീകരണമില്ല എങ്കിലും ഇതിന് പിന്നിൽ ഹൂതി വിമതരാണെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഗാസയിലെ ആക്രമണം അവസാനിപ്പിക്കുന്നതിനായി ഇസ്രയേലിനെ സമ്മർദ്ദത്തിലാക്കാൻ ഹൂതികൾ ചെങ്കടലിലെ കേബിളുകൾ നശിപ്പിച്ചേക്കുമെന്ന് നേരത്തെ ചിലർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഹൂതികൾ ഇക്കാര്യം നിഷേധിച്ചിരിക്കുകയാണ്. പലസ്തീനിൽ ഇസ്രയേൽ നടത്തുന്ന അധിനിവേശത്തിനെതിരെ പോരാട്ടം പ്രഖ്യാപിച്ച ഹൂതി വിമതർ യമനിൽ നിന്നും നിരന്തര ആക്രമണങ്ങളാണ് ഇസ്രയേലിന് നേരെ നടത്തുന്നത്. അതിന്റെ ഭാഗമായുള്ള ആക്രമണത്തിലാണോ കേബിളുകൾ തകർന്നത് എന്ന സംശയമാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ഉയർത്തിയത്. ടാറ്റ കമ്മ്യൂണിക്കേഷൻസിന്റേതാണ് ദ സൗത്ത് ഈസ്റ്റ് ഏഷ്യ, മിഡിൽ ഈസ്റ്റ്, വെസ്റ്റേൺ യൂറോപ്പ് എന്നീ 4 കേബിളുകൾ. ദ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് വെസ്റ്റേൺ യൂറോപ്പ് കേബിൾ നിയന്ത്രിക്കുന്നത് അൽക്കാടെൽ ലൂസെന്റേതാണ്. ഈസ്റ്റ് വെസ്റ്റേൺ യൂറോപ്പ് കേബിൾ നിയന്ത്രിക്കുന്നത് അൽക്കാടെൽ ലൂസെന്റുമാണ്. ഇന്റർനെറ്റ് സേവനങ്ങൾ തടസ്സപ്പെട്ടതിൽ ഇരു കമ്പനികളും ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ഇന്റർനെറ്റ് സേവനങ്ങൾ താറുമാറായ വിവരം ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ സൗദി അറേബ്യയും തയ്യാറായിട്ടില്ല. അതേസമയം ഇന്റർനെറ്റ് സേവനത്തിൽ ബുദ്ധിമുട്ട് നേരിട്ടുവെന്നും മന്ദഗതിയിലാണ് UAE ലഭ്യമായത് എന്നും എസ്റ്റിലാറ്റും ഡ്യൂവും സ്ഥിരീകരിച്ചു. സംഭവത്തിൽ UAE ഭരണകൂടവും ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല. വെസ്റ്റ് ഏഷ്യയിലെ തങ്ങളുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടതായും സമുദ്രാന്തർഭാഗത്തെ കേബിളുകൾ വിച്ഛേദിക്കപ്പെട്ടതാണ് കാരണമെന്നും മൈക്രോസോഫ്റ്റ് സ്ഥിരീകരിച്ചു. കപ്പൽ നങ്കൂരമിടുന്നത് മൂലമോ മനഃപൂർവ്വമോ തകരാർ സംഭവിക്കാമെന്നാണ് വിദഗ്ധർ നൽകുന്ന സൂചന. ഹൂതികൾ കേബിളുകൾ മുറിച്ചതാണ് എന്ന സംശയവുമുണ്ട്. മിഡിൽ ഈസ്റ്റിലൂടെയുള്ള നെറ്റ്വർക്ക് ട്രാഫിക്കിൽ വേഗത കുറഞ്ഞേക്കാമെന്നും എന്നാൽ മറ്റു പാതകളിലൂടെ ഇത് ക്രമീകരിക്കുമെന്നും മൈക്രോസോഫ്റ്റ് ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകി. കേബിളുകൾ തകരാറിലായതിനാൽ മിഡിൽ ഈസ്റ്റിൽ ഉൾപ്പെടെ ഇന്റർനെറ്റ് വേഗം കുറയാൻ സാധ്യതയുണ്ടെന്ന് മൈക്രോസോഫ്റ്റ് ഉൾപ്പെടെയുള്ള കമ്പനികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിന് പുറത്തേക്ക് ഈ പ്രശ്നമുണ്ടാകില്ല എന്നും മൈക്രോസോഫ്റ്റ് അധികൃതർ വ്യക്തമാക്കി. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും പാകിസ്ഥാനിലും ഇന്റർനെറ്റിനെ ഇത് കാര്യമായി ബാധിക്കുമെന്ന് നെറ്റ് ബ്ലോക്സ് എന്ന ഇന്റർനെറ്റ് വാച്ച് ഓർഗനൈസേഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. സൗദി അറേബ്യയിലെ ജിദ്ദയ്ക്ക് സമീപത്തെ കേബിളുകളിലെ പ്രശ്നങ്ങളാണ് ഇതിന് കാരണമെന്നും ഇവർ വ്യക്തമാക്കി. എന്നാൽ സൗദി അറേബ്യ ഭരണകൂടം ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. മിഡിൽ ഈസ്റ്റിലും ഏഷ്യയിലും യൂറോപ്പിലെയും പല ഭാഗങ്ങളിലും ഇന്റർനെറ്റ് കേബിളുകൾ കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യൻ കമ്പനിയായ ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് ആണ്. ഇവരും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഗാസ മുനമ്പിൽ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയതിന് പിന്നാലെ ഹൂതികൾ ശക്തമായി തിരിച്ചടിച്ചേക്കാമെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഹൂതികളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹൂതി നേതാക്കളടക്കം കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 2024 ചെങ്കടലിലെ കേബിളുകൾ ഹൂതികൾ ആദ്യമായി ലക്ഷ്യമിട്ടത്. അന്നും സമാനമായി ഇന്റർനെറ്റ് സേവനങ്ങൾ താറുമാറായിരുന്നു. 2023 നവംബർ 23 മുതൽ 2024 ഡിസംബർ വരെ 100-ലേറെ കപ്പലുകളെയാണ് ഹൂതികൾ ആക്രമിച്ചത്. ജൂലൈയിൽ 2 കപ്പലുകളെ ആക്രമിച്ച് മുക്കുകയും ചെയ്തിട്ടുണ്ട്. ആഗോളതലത്തിൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റി എത്തിക്കുന്നതിൽ ആഴക്കടൽ കേബിളുകൾക്ക് വലിയ പങ്കാണുള്ളത്. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ, മെറ്റ തുടങ്ങിയ കമ്പനികളെല്ലാം തന്നെ ഇതിൽ വലിയ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ഇക്കാരണത്താൽ തന്നെ കേബിളുകളിൽ ഉണ്ടാകുന്ന തടസ്സം ഇന്റർനെറ്റ് കണക്ടിവിറ്റിയെയും കാര്യമായി ബാധിക്കും. നേരത്തെയും ഹൂതികൾ കേബിളുകൾ മുറിച്ചതായി ആരോപണം ഉയർന്നിരുന്നു. ലോകത്തിന്റെ ഇന്റർനെറ്റ് ഗതാഗതത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേബിൾ നെറ്റ്വർക്കാണ് അണ്ടർസീ കേബിളുകൾ അഥവാ സമുദ്രാന്തർ കേബിളുകൾ. ഉപഗ്രഹങ്ങൾക്കും ഭൗമ കേബിൾ ശൃംഖലകൾക്കുമൊപ്പം ഇത് ലോകത്തിന്റെ ഇന്റർനെറ്റ് ട്രാഫിക്കിൽ വലിയ പങ്കാണ് വഹിക്കുന്നത്. ഇത്തരത്തിലുള്ള സുപ്രധാന ഇന്റർനെറ്റ് കേബിളുകൾ കടന്നുപോകുന്ന ഇടനാഴികളിൽ ഒന്നാണ് റെഡ് സീ അഥവാ ചെങ്കടൽ. ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കാനുള്ള സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമായി യമനിലെ ഹൂതികൾ തന്നെയാണ് ചെങ്കടലിലെ സമുദ്രാന്തര കേബിളുകൾ തടസ്സപ്പെടുത്തിയത് എന്ന സംശയമുണ്ട്.
മുമ്പും ഈ ആരോപണം ഹൂതികൾ നേരിട്ടിരുന്നുവെങ്കിലും അന്നെല്ലാം അത് അവർ നിഷേധിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ഇന്റർനെറ്റ് ഡാറ്റ ട്രാഫിക്കിന്റെ 17% ചെങ്കടലിലൂടെയാണ് പോകുന്നത്. ഈ കേബിളുകൾ തടസ്സപ്പെട്ടാൽ ഇന്ത്യയും കിഴക്കൻ ഏഷ്യയുമായുള്ള മറ്റ് രാജ്യങ്ങളുടെ ആശയവിനിമയം തടസ്സപ്പെടും. കേബിളുകൾ ആഴക്കടലിൽ കിടക്കുന്നതിനാൽ ഇത് പ്രവർത്തനരഹിതമായാൽ പെട്ടെന്ന് പൂർവ്വസ്ഥിതിയിലാക്കാൻ സാധിക്കുകയില്ല. ജലനിരപ്പിൽ നിന്ന് 100 കണക്കിന് മീറ്ററുകൾ അടിയിലുള്ള ഈ കേബിളുകൾ മുറിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല. മികച്ച സാങ്കേതികവിദ്യയും വൈദഗ്ധ്യവും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. ഇറാന്റെ പിന്തുണയുള്ള ഹൂതികൾക്ക് ഇത് സാധ്യമാണെന്ന് ചില നിരീക്ഷകർ കരുതുന്നു. മലമുകളിൽ യുദ്ധം ചെയ്തിരുന്ന ഗോത്രവംശജരിൽ നിന്ന് ഹൂതികൾ ഇപ്പോൾ ഏറെ വളർന്നു കഴിഞ്ഞു. മികച്ച സാങ്കേതികവിദ്യയും ആയുധങ്ങളും നിലവിൽ ഇവരുടെ കയ്യിലുണ്ട്. ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധം ഭേദിച്ച് ആക്രമണം നടത്താൻ പലതവണ ഹൂതികൾക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. പശ്ചിമേഷ്യയിലൂടെ കടന്നുപോകുന്ന കേബിളുകൾ മുറിഞ്ഞതിനാൽ ഇന്റർനെറ്റ് സേവനങ്ങൾ തടസ്സപ്പെടുമെന്നാണ് മൈക്രോസോഫ്റ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. മിഡിൽ ഈസ്റ്റിലൂടെ കടന്നുപോകാത്ത നെറ്റ്വർക്ക് ട്രാഫിക്കിനെ ഇത് ബാധിക്കില്ല. സാഹചര്യങ്ങളിൽ മാറ്റം വന്നാൽ ഉടൻ തന്നെ ദിവസേനയുള്ള അപ്ഡേറ്റുകൾ നൽകുന്നതാണെന്നും മൈക്രോസോഫ്റ്റ് അറിയിച്ചു. സൗദി അറേബ്യ, പാകിസ്ഥാൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇന്റർനെറ്റ് വേഗത കുറയുന്നതിനും തടസ്സങ്ങൾ ഉണ്ടാകുന്നതിനും ഈ തകരാർ കുറച്ചെങ്കിലും കാരണമായിട്ടുണ്ട്. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ടെലികോം സേവനദാതാക്കളായ പാകിസ്ഥാൻ ടെലികമ്മ്യൂണിക്കേഷൻ തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് ഇക്കാര്യത്തിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രശ്നം പരിഹരിക്കാൻ തങ്ങളുടെ അന്താരാഷ്ട്ര പങ്കാളികൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും പാകിസ്ഥാൻ ടെലികമ്മ്യൂണിക്കേഷനിൽ എക്സിൽ കുറിച്ചു. എന്നാൽ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് മുമ്പ് യമനിലെ ഹൂതി വിമതർക്ക് ബന്ധമുണ്ടായിരുന്നു. 2024 ആദ്യപാദത്തിൽ ചെങ്കടലിനടിയിലെ കേബിളുകൾ ആക്രമിക്കാൻ ഹൂതികൾ പദ്ധതിയിട്ടിരുന്നതായി യമനിലെ അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർക്കാർ ആരോപിച്ചിരുന്നു. അവയിൽ പലതും ഇതിനകം വിച്ഛേദിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആഗോളതലത്തിൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റി എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് ആഴക്കടൽ കേബിളുകൾക്കാണ്. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ, മെറ്റ തുടങ്ങിയ കമ്പനികൾ ഇതിൽ വലിയ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. കേബിളുകളിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ ലോകത്തിന്റെ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയെ ബാധിക്കും. നേരത്തെയും ഹൂതികൾ കേബിളുകൾ മുറിച്ചതായി ആരോപണം ഉയർന്നിരുന്നു. ഗാസയിലെ ആക്രമണം അവസാനിപ്പിക്കുന്നതിനായി ഇസ്രയേലിനെ സമ്മർദ്ദത്തിലാക്കാൻ ഹൂതികൾ ചെങ്കടലിലെ കേബിളുകൾ നശിപ്പിച്ചേക്കാമെന്ന് നേരത്തെ ചിലർ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. എന്നാൽ ഇന്റർനെറ്റ് കേബിളുകൾ നശിപ്പിച്ചത് തങ്ങളാണെന്ന ആരോപണത്തെ ഹൂതികൾ വ്യക്തമായും നിഷേധിക്കുകയാണ്. എന്നാൽ ഇസ്രയേലിലെ റാമോൺ വിമാനത്താവളത്തിന് നേരെ യമനിലെ ഹൂതികൾ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആഗമന ഹാൾ ലക്ഷ്യമിട്ട് നടന്ന ആക്രമണത്തെ തുടർന്ന് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം 2 മണിക്കൂർ തടസ്സപ്പെട്ടു. റാമോൺ വിമാനത്താവളം ലക്ഷ്യമിട്ട് ഡ്രോൺ വിമാനത്താവളത്തിൽ ഇടിച്ചുകയറി വിമാനത്താവളം അടച്ചുപൂട്ടാനും വ്യോമഗതാഗതം തടസ്സപ്പെടാനും കാരണമായി എന്ന് ഹൂതി സൈനിക വക്താവ് യഹ്യ സാരി പറഞ്ഞു. വിശാലമായ സൈനിക നീക്കത്തിന്റെ ഭാഗമാണ് ആക്രമണമെന്നും തെക്കൻ ഇസ്രയേലിലെ വിവിധ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇനിയും ആക്രമണം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. യമനിൽ നിന്നുള്ള 3 ഡ്രോണുകൾ വ്യോമസേന തടഞ്ഞതായി ഇസ്രയേൽ സൈന്യം നേരത്തെ പറഞ്ഞിരുന്നു. 2 ഇസ്രയേൽ അതിർത്തിക്ക് പുറത്ത് തടഞ്ഞതായി പറഞ്ഞെങ്കിലും മൂന്നാമത്തേതിനെക്കുറിച്ച് ഇസ്രയേൽ പ്രതികരിച്ചിരുന്നില്ല. നിരവധി ഡ്രോണുകൾ ഹൂതികൾ അയച്ചിരുന്നുവെങ്കിലും അവയിൽ വലിയ അളവും ആകാശത്ത് വെച്ച് തകർക്കാൻ ഇസ്രയേലിന് സാധിച്ചിട്ടുണ്ട്. വിമാനത്താവളത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ 63കാരനും 52 വയസ്സുള്ള ഒരു സ്ത്രീക്കുമാണ് പരിക്കേറ്റതെന്ന് ഇസ്രയേൽ മാധ്യമമായ ഹാരറ്റ്സ് റിപ്പോർട്ട് ചെയ്തു. ആക്രമണം തടയുന്നതിൽ വീഴ്ച സംഭവിച്ചതിനെ തുടർന്ന് അന്വേഷണം നടത്തുമെന്ന് ഇസ്രയേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട്. തെക്കൻ ഇസ്രയേലിലെ ഏലാത്ത് നഗരത്തിനടുത്താണ് റാമോൺ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. 2019 തുറന്നതാണ് റാമോൺ വിമാനത്താവളം. ഈ ആക്രമണത്തെ ഒരു അതുല്യമായ സൈനിക മുന്നേറ്റം എന്നാണ് ഹൂതികളുടെ മാധ്യമ വിഭാഗം ഡെപ്യൂട്ടി തലവൻ നസ്രുദ്ദീൻ അമീർ വിശേഷിപ്പിച്ചത്. ശത്രുക്കളുടെ വിമാനത്താവളങ്ങൾ സുരക്ഷിതമല്ലാത്തതിനാൽ വിദേശികൾ അവ ഉപേക്ഷിച്ച് സ്വന്തം സുരക്ഷ ഉറപ്പാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇസ്രയേലിലെ മറ്റ് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളും തങ്ങളുടെ ആക്രമണ ലക്ഷ്യങ്ങളാണെന്നും കൂട്ടിച്ചേർത്തു. ഹൂതി ഭരണകൂടത്തിലെ പ്രധാനമന്ത്രി അഹമ്മദ് അൽ റവിയെയും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ അംഗങ്ങളെയും ഇസ്രയേൽ സൈന്യം വധിച്ചതിന് പിന്നാലെയാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. മിസൈലുകൾ ഉപയോഗിച്ചായിരുന്നു ഈ ആക്രമണം. ഇതുവരെയുള്ള ഇസ്രയേൽ US സൈനിക നീക്കത്തിൽ കൊല്ലപ്പെട്ട ഏറ്റവും ഉയർന്ന ഹൂതി നേതാവാണ് അൽ റവി. ഈ ആക്രമണത്തിന് മറുപടിയായി ഇസ്രയേലിനെതിരായും ചെങ്കടൽ ഷിപ്പിംഗ് റൂട്ടുകൾക്കെതിരെയും ആക്രമണം ശക്തമാക്കുമെന്ന് ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. മലയാളി വാർത്ത ഇൻസൈഡ്.